കേരള ക്രൈം ഫയൽ സീസൺ 2 സെർച്ച് ഫോർ CPO അമ്പിളി രാജു. ആക്ച്വലി ഈ ഒരു സീരീസിന് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. കാരണം സീസൺ 1 അത്രയും ഗംഭീര സാധനമായിരുന്നല്ലോ. മലയാളത്തിൽ നിന്ന് ഇറങ്ങിയ ആദ്യത്തെ ഹോട്ട്സ്റ്റാർ സീരീസ് ആയിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് സീസൺ. അപ്പം അത് അത്രയും നൈസായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയും ആ സ്റ്റോറി പറഞ്ഞതും പ്രസൻറ്റ് ചെയ്തതും എല്ലാം. അപ്പം ഈ ഒരു സെക്കൻഡ് സീസൺ കാണാനായിട്ട് അത്രയും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. 6 എപ്പിസോഡാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറേ ഉള്ളൂ. എവിടെ ഒരു ഇച്ചിരി പോലും ലാഗ് ഇല്ലാണ്ടാണ് ഈ ഒരു സീരീസ് ചെയ്തു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സീസൺ ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രയും പെർഫെക്റ്റായിട്ട് ഈ പറയുന്ന പോലെ ആവശ്യമില്ലാത്ത ഈ സൈഡ് സ്റ്റോറി, സൈഡ് ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റോറി പറയലൊന്നുമില്ല. എല്ലാം ഡയറക്റ്റായിട്ട് ഈവൻ വില്ലനെ നമ്മളെ മുന്നിലിട്ട് തന്നാൽ പോലും നമുക്ക് മനസ്സിലാകില്ല. ഈവൻ വില്ലൻ്റെ ഈ പറയുന്ന ക്യാരക്ടർ ആർക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരുടെ ക്യാരക്ടർ ആർക്കാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമുക്ക് കൺഫ്യൂഷൻ ആകും. ഈവൻ ലാസ്റ്റ് എപ്പിസോഡ് വരെ. അവസാനത്തെ എപ്പിസോഡിൽ വില്ലനെ റിവീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കാണിച്ച ക്യാരക്ടർ ആർക്ക് ഈ വില്ലൻ്റെതായിരുന്നു എന്ന് നമ്മൾ പിന്നെ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഫൈനൽ എപ്പിസോഡ് വരെ ഒരു മിസ്റ്ററി ബിൽഡ് ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. ഓരോ എപ്പിസോഡിലും അത്രയും മിസ്റ്ററി ആയിട്ട്. ഈവൻ ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനകത്ത് കുറച്ചധികം പട്ടികളൊക്കെ ഉണ്ട്. ആ ഒരു പട്ടികളുടെ വരെ ആ ഒരു ക്യാരക്ടേഴ്സിന് അത്രയും പെർഫെക്റ്റായിട്ട് ആണ് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പറയുന്നത് പോലെ ഒരു പോലീസ് കോൺസ്റ്റബിൾ മിസ്സിങ് ആവുന്നു. ആ ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ മിസ്റ്ററി സോൾവ് ചെയ്യാനായിട്ട് പോകുന്ന ഈ പറയുന്ന പോലീസ് സ്ക്വാഡാണ് ഈ ഒരു സീസണിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സീസണിലത്തെ ആ ഒരു സ്ക്വാഡേ അല്ല, എൻ്റയർലി പുതിയ ടീമാണ്. പിന്നെ പഴയ ആളുകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് പോകുന്നു. വളരെ വളരെ നൈസായിട്ട് പറയുന്ന ഫസ്റ്റ് സീസണോട് 100% നീതി പുലർത്തി, അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു സെക്കൻഡ് സീസണാണ് കേരള ക്രൈം ഫയൽസിൻ്റെത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ ഒറ്റ ഇരിപ്പിനിരുന്ന് കണ്ടു തീർത്തു. അത്രയും നമ്മളെ പിടിച്ചിരുത്തി കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. അടിപൊളി സാധനം. എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു സാധനമായിരിക്കും ഇത്.